കഴിഞ്ഞ ദിവസങ്ങളിലായി രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങൾ. എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഉയരുമ്പോൾ ജനപ്രതിനിധികൾ രാജിവെക്കുന്നില്ല? ഇനി ജനം പറയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെച്ചാൽ അത് ഇപ്പോൾ ഈ നാട്ടിൽ സ്ത്രീകൾക്കുള്ള ഭയങ്കര ഒരു ഇതാണ്. സ്ത്രീകളെ എന്താ പറഞ്ഞത് അതാണ് ഏത് നിയമപാലികളും ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ രാജിവെക്കുന്നത്? നമ്മളെ രാജ്യത്തെ മുഖ്യമന്ത്രിൻ്റെ പേരിൽ എന്തെല്ലാം വന്നു, എന്നിട്ട് രാജിവെച്ചില്ല. അപ്പോൾ ഒരു ആക്ഷേപം വരുന്നു, നിങ്ങളെ പേരിൽ ഒരു ആക്ഷേപം എനിക്ക് ഉന്നയിക്കുക. അത് ശരിയാണോ തെറ്റാണോ എന്ന് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. അത് വന്നാലേ രാജിവെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ എന്തിനാ രാജിവെക്കുന്ന? ആക്ഷേപം വരുമ്പോൾ തന്നെ രാജിവെക്കാൻ നിന്നാൽ അതിനല്ലേ സമയം ഉണ്ടാവുള്ളൂ. UDF-ന്റെ ആരെങ്കിലും ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിൽ അവരെ തരം താഴ്ത്തുക അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് CPM-ന്റെ പഴയ കാലം മുതൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുമ്പ് CPM നേതാക്കൾക്കെതിരെയൊക്കെ വന്ന ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടില്ല. അതിന്നൊക്കെ അവർ ഇതായില്ലേ. അപ്പം അങ്ങനത്തെ ഒരു ഇത് വന്നാൽ പിന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശരിക്കും പറഞ്ഞിരിക്കുന്നത് ആരായാലും അതിന് പിന്നെ നടപടിയെടുക്കുന്നു. ഉമ്മൻചാണ്ടി ഇതേപോലെ CPM-ന് വേണ്ടിയിട്ട് CPM-ന്റെ എതിരെ നന്നായിട്ട് സംസാരിച്ചിരുന്ന ആളാണ്. ആ ആളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് CPM വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ വീണ്ടും.